ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരത്തെ ചായയ്ക്കും അതുപോലെ തന്നെ ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ്. ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൊണ്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ 2 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരി മാറ്റി കൊടുത്ത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നമ്മൾ അവിച്ചെടുത്തതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് അവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. അതുപോലെ തന്നെ കുറച്ച് ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കനും ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലധികം ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തപ്പോഴും അതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നല്ല ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട ഞാനിവിടെ ഒന്ന് കുരുമുളകും ഉപ്പും ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഇതെടുത്ത് ഒരു ബോൾ ഷേപ്പിൽ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പ് പോലെ നമുക്കൊന്ന് എടുക്കാം. ഒന്ന് റൗണ്ട് ആക്കി ഇതുപോലെ ഒന്ന് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇത് ഓരോന്ന് എടുത്ത് ഈ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യണം. ഡിപ്പ് ചെയ്തിട്ട് ചൂട് വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്താണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വേണം ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.